ടു മൈ ലൈഫ് മൈ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നിവിടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്കതൊന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. എന്നാൽ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. നമുക്ക് ചിക്കൻ കറിയിൽ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചാലും മതി, നമ്മൾ പേസ്റ്റ് ആക്കിയാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തക്കാളി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. 3-4 ഗ്രാമ്പു, പട്ടയും കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം എടുത്തത്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയില നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 4-5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ജീരകവും പട്ടയും ഒരു കഷ്ണം ഗ്രാമ്പും കൂടെ ഇതിലങ്ങിടാം. നമ്മുടെ ചിക്കൻ കറിക്കൊരു നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിട്ട്. അതൊന്ന് ചൂടായാൽ ചെറിയ രീതിയിലൊന്ന് ചൂടായാൽ മതി. നമുക്ക് എടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് ബ്രൗൺ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സവാള പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ കറിയിൽ നല്ല തിക്ക് വേണേൽ നമ്മൾ പൊട്ടറ്റോ ചേർത്താൽ മതി. ചെറിയ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ ചെറിയ കഷ്ണങ്ങൾ പൊട്ടറ്റോ ചെറിയ കഷ്ണമാക്കി ഇട്ടാൽ നല്ല തിക്കായി കിട്ടും കറി. ഞാനത് ഇന്ന് ചേർത്തിട്ടൊന്നുമില്ല. സവാള നല്ല വാടിയിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പച്ചമുളക് ഞാൻ അധികം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പൊടികൾ കാണിച്ച കൂട്ടത്തിൽ കുരുമുളക് പൊടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ അടുത്ത് മറന്നുപോയായിരുന്നു. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാളയൊക്കെ നല്ലപോലെ വാടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ
അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. ഇനി നമുക്ക് ഞാനിതിൽ പൊടികളിടാൻ പോവാം. എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എല്ലാം കൂടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറേ പേര് കറിയായിരിക്കും, എന്നാലും ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മസാലയൊക്കെ കരിഞ്ഞു പോകും. പൊടികളെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു അടിപൊളി മണം വരുന്നുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതിലിടാൻ പോവാം. ചിക്കൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പായിരുന്നു ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിൽ വേണ്ടി വരും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിലെ വെള്ളം ഇറങ്ങും. നമ്മൾ മൂടി വെച്ച് ഇതാക്കുമ്പോൾ അതിലാവി ആയിട്ട് വെള്ളം കയറും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഞാനിത് നല്ലപോലെ അമർത്തി മൂടാൻ പോവാ. ഒരു 20 മിനിറ്റ് ആകും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇതിൽ വറുത്തിടണ്ടിട്ട് ഞാൻ ഉള്ളി, നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ എന്നിട്ട് ഒന്ന് വറല് കഴിക്കുന്നുണ്ട്. ഒന്ന് വറവിട്ടാലേ കുറച്ചുകൂടി നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉള്ളിയൊക്കെ ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി. നമ്മൾ കറിവേപ്പില അതിലിട്ട് നമ്മുടെ ചിക്കൻ കറിയിലിട്ട് ഒന്ന് അടച്ചു.